നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടല്ലോ കുറച്ച് ചെടികൾ ഞാൻ ഗാർഡൻ തയ്യാറാക്കാനായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അക്കൂട്ടത്തിൽ ഞാൻ വാങ്ങി വെച്ച കുറച്ച് പ്ലാന്റ്സ്, ഇത് ഫ്ലവർ പ്ലാന്റ്സ് ഏതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. വേണ്ട കുഞ്ഞു ചെത്തി, ഇങ്ങനെ ബുഷ് ചെത്തികൾ, ഈ 3 കളറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ വാങ്ങിയിട്ടൊരു 3 വീക്സായി. ആദ്യം വന്നപ്പോൾ അതിൽ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ പൂവുണ്ടായിരുന്നു, അതൊക്കെ പൊഴിഞ്ഞു പോയതിന് ശേഷം വീണ്ടും പൂത്തു തുടങ്ങി. വൈറ്റ്, ഇത് നമ്മുടെ നോർമൽ റെഡ് കളർ, ഇത് പിങ്ക്. 3 ചെടികളാണ്. പക്ഷേ വേരൊക്കെ പിടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ തണലത്താണ് വെച്ചിരുന്നത്. അതിപ്പം ഒരാഴ്ച കഴിഞ്ഞ് അതിന് പിടിച്ചു എന്ന് തോന്നിയപ്പോൾ ഞാൻ വെയിലത്തോട്ടൊക്കെ മാറ്റി വെച്ചു. ഇത് 3 എണ്ണം. പിന്നെ ഈ ചെടിയില്ലേ നന്ദിയാർ വട്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീഫ് ഒരു ഗോൾഡൻ കളർ വരുന്നത്, അതിൽ പൂവൊക്കെ പോയി. ഇപ്പോൾ നഴ്സറിയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന സമയത്തുണ്ടായിരുന്ന പൂവൊക്കെ പോയിട്ടുണ്ട്. ഇത് 2 പ്ലാന്റ് ഞാൻ വാങ്ങിയിട്ടുള്ളൂ, ജസ്റ്റ് പിടിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ അതിൻ്റെ പൂവൊക്കെ പോയിട്ടുണ്ട്. ഇനി പൂവൊക്കെ വരുമെന്ന് വിചാരിക്കുന്നു. എന്നാലും പിടിച്ചിട്ടുണ്ട്, ചെടി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് കുറച്ച് ഇതാണ് ബോഗൻവില്ലാസ്. ഇത് ഏത് കളറാണെന്ന് ഞാൻ മറന്നു പോയിട്ടോ. ഇതിൽ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ ഒരു പൂവുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ഒരു പീച്ച് ഓറഞ്ച് പോലത്തെ ആണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. പക്ഷെ അതിന് ശേഷം പൂ ഉണ്ടായിട്ടില്ല. പക്ഷെ സംഭവം പിടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിടിച്ചതിന് ശേഷം ഞാനിപ്പോൾ മുറ്റത്ത് വെയിലത്തോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതൊരു വയലറ്റ് പോലത്തെ കളറാട്ടോ. ഇപ്പോൾ ക്യാമറയിൽ നോക്കുമ്പോൾ ഞാൻ ഒന്നാമത്തെ സന്ധ്യയ്ക്കാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ക്യാമറയിൽ ഏത് കളറിലാണ് കിട്ടുന്നതെന്ന് അറിയില്ല. ഒരു വയലറ്റാണ്, നല്ല രസമാണ് കാണാൻ. ഇത് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞ് വിരിഞ്ഞ പൂക്കളാട്ടോ. ഇതുണ്ടല്ലോ, ഇത് ഞാൻ വാങ്ങിയതല്ല, അടുത്ത വീട്ടിലുള്ള ഇത് നമ്മുടെ നാടൻ. അപ്പോൾ അതിൽ നിന്നൊരു കമ്പ് കൊണ്ടുവന്ന് ഇതിൽ വെച്ച് ആ കൂട്ടത്തിൽ തന്നെ വൈറ്റ് വാങ്ങി വെച്ച ഒരു വൈറ്റ് ബോഗൻവില്ലയുണ്ട്. ആ സെയിം പോട്ടിൽ തന്നെ ഞാൻ ഒരു കമ്പ് വേര് പിടിക്കാനായിട്ട് വെച്ചതാണ്. പിന്നെ അത് പിടിച്ച് അതിൽ തന്നെ നിന്ന് പൂവൊക്കെ ഇട്ടു, പിന്നെ മാറ്റി നട്ടില്ല. ഇതും വൈറ്റ് തന്നെ കേട്ടോ. ഈ വൈറ്റിൽ നിന്ന് മാറ്റി ഒരു കമ്പ് പിടിച്ച് നട്ടാണ് ഇത്. ഈ വൈറ്റ് വാങ്ങിയിട്ട് കുറച്ച് നാളായതാണ്, ഈ ഇടയ്ക്ക് വാങ്ങിയതല്ല. ഒരു 5-6 മാസത്തിൽ കൂടുതലായതാണ്. എന്നിട്ട് അതിൽ നിന്നൊരു കമ്പ് പിടിച്ച് ഇങ്ങനെ മാറ്റി നട്ടതാണേ. ഇത് ഒരു 1 വീക്ക് മുമ്പ് വാങ്ങിയതാണ്. വേറെ ഏതോ കളറാണെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിയതാണ്. പക്ഷേ വാങ്ങിക്കൊണ്ട് നമുക്ക് നമ്മുടെ നാടൻ പിങ്ക് കളറാണേ. ഇത് കണ്ടോ, ഇതൊരു ബോഗൻവില്ലയാണ്. പൂത്തിട്ടില്ല ഇതുവരെ. വാങ്ങി വെച്ചിട്ടിപ്പോൾ ഒരു 1 വീക്ക് ആയതേ ഉള്ളൂ. നല്ല ഹെൽത്തി പ്ലാന്റ്, പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഒരാഴ്ച ഏത് പ്ലാന്റ് വാങ്ങിയാലും ഷെയ്ഡിൽ, നല്ല ഷെയ്ഡിൽ തണലത്താട്ടോ വെക്കുന്നത്. അത് കഴിഞ്ഞ് ഒരുവിധം പിടിച്ചു എന്ന് ഉറപ്പായതിന് ശേഷം മാത്രമേ ഞാൻ വെയിലത്തോട്ട് വെക്കത്തുള്ളൂ. അപ്പോൾ ഇതൊരുവിധം പിടിച്ചിട്ടുണ്ട്, പക്ഷെ പൂവിട്ടിട്ടില്ല. ഈ ചെടി കണ്ടോ, ഇത് ഞാൻ വാങ്ങിയതല്ല കേട്ടോ. നമ്മുടെ അടുത്തുള്ള വീട്ടിൽ നിന്ന് ഒരു കമ്പ് പറിച്ചുകൊണ്ട് നട്ടതാണ്. വേര് പിടിക്കുമെന്നൊന്നും ഉറപ്പൊന്നുമില്ലായിരുന്നു, വെറുതെ കൊണ്ടുവച്ചതാണ്. ശ്രദ്ധിക്കാൻ പറ്റില്ല, വെറുതെ ഒരു പോട്ടിൽ കൊണ്ടുവച്ചു. കുറച്ചൊരാഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ നന്നായിട്ട് പിടിച്ചു വന്നപ്പോൾ അതിനെ വേറൊരു ചട്ടിയിലോട്ട് മാറ്റി. ഇപ്പോൾ പൂവ് ഇട്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെ നട്ടതിന് ശേഷം പൂവ് വന്നതാട്ടോ, മുട്ടൊക്കെ വന്നതാണ്. ഇതിപ്പോൾ ഒരു 3 വീക്സേ ആയിട്ടുള്ളൂ ഞാനങ്ങനെ കമ്പ് പറിച്ച് മാറ്റി നട്ട് വേരൊക്കെ പിടിച്ച് ഇത്രയായിട്ട് നന്നായിട്ട് പിടിച്ചു വന്നു. നല്ല കളറാണ് അതിൻ്റെ. ഇതിനൊക്കെ ഉണ്ടോ ഈ പൂക്കൾ. ഇതിങ്ങനെ വഴിയരികിലൊക്കെ കാണുന്ന നമ്മൾ പറിച്ചുകൊണ്ട് വന്ന് ഈ ഒരു പോട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിടിച്ചു കഴിഞ്ഞ് ശരിയാക്കി എടുക്കണം. നേരെ ഇതിൽ വൈറ്റും ഒരു ക്രീമും കളറും കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ, വഴിയരികിൽ നിന്ന് പറിച്ചിട്ട്. കയ്യിലുള്ള ഫ്ലവർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വാങ്ങിയതാണ്. ഇത് ഹൈഡ്രാഞ്ചിയാണ്. ഇതൊരു ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ്. ഞാൻ 4 കളർ കോംബോ ഓഫ് റെഡ്, വൈറ്റ്, എനിക്ക് തോന്നുന്നു ബ്ലൂ, പിങ്ക്. ഇപ്പോൾ ഫ്ലവർ വന്നാലേ അറിയത്തുള്ളൂ. അതിലൊരെണ്ണം ഇത്. പിന്നെ എനിക്ക് ഒട്ടും അറിയാൻ പാടില്ലാത്ത ഒരു ചെടി ആദ്യമായിട്ട് കാണുന്നതാണ് നേരിട്ട്. ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. ഒരു കുറച്ച് വർഷം പഴക്കമുള്ള, ഒരു 2 വർഷത്തോളം പഴക്കമുള്ളതെന്ന് തോന്നുന്നു. നോവൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു ചാനലില്ലേ, അതിൽ കണ്ടതാണ്, നിക്കോഡിയ. അപ്പം ഞാൻ ഈ പ്ലാന്റ് അന്വേഷിച്ച് ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. എനിക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് ഒരു 2 വീക്സ് കഴിഞ്ഞപ്പം 1-2 ഫ്ലവർ വന്നു. പിന്നെ ഫ്ലവർ വന്നിട്ടില്ല. നല്ല വെയിലത്ത് വെക്കേണ്ട പ്ലാന്റാണെന്നറിയാം. വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ചട്ടി പോരാ, കുറച്ച് കഴിയുമ്പോൾ ചട്ടിയൊക്കെ മാറ്റേണ്ട. എന്നാലും പ്ലാന്റ് പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 2-3 ശിഖരം ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, കമ്പ്.
ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ആ നിക്കോഡിയുടെ 2 പ്ലാന്റ്സ് ഞാൻ വാങ്ങിയായിരുന്നു ഓൺലൈനായിട്ട്. പിന്നെ ഇത് ആ നന്ദ്യാർ വട്ടം എന്ന് പറഞ്ഞത്, ഇത് നമ്മൾ റോഡരികിൽ നിന്ന് പറിച്ച് 2 കമ്പ് കൊണ്ട് വെച്ചതാണ്. പിടിക്കുമോയെന്ന് അറിയത്തില്ല. ഇപ്പോൾ 2 ഡേയ്സേ ഉള്ളൂ ഞാൻ കമ്പ് കൊണ്ടൊക്കെ വെച്ച്. 2 അല്ല, ഒരു 3 ഡേയ്സ് ആയിട്ടുണ്ട്. 2 ദിവസം ഞാൻ തണലത്തൊക്കെ വെച്ചിട്ട് പിന്നെ 3-ാമത്തെ ദിവസം ഇവിടെ വെയിലത്തോട്ട് കൊണ്ടുവന്ന് വെച്ചു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാടൻ ചെടിയല്ലേ, ചിലപ്പോൾ വെയിലത്തിരുന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരു വാട്ടമൊക്കെ ഉണ്ട്, ഇപ്പോഴത്തെ വെയിലിൻ്റെ ആണോയെന്ന് അറിയത്തില്ല, പിടിക്കുമോയെന്നും അറിയത്തില്ല. എന്നാലും ചെറിയൊരു പോട്ടിൽ 2 കമ്പ് പിടിച്ച് വെച്ചിട്ടുണ്ട്. നോക്കാം കുറച്ച് നാൾ കഴിയുമ്പോൾ പിടിക്കുമോ ഇല്ലയോ എന്ന്. സന്ധ്യയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ടാവും, വലിയ ക്ലാരിറ്റി ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ഫ്ലവർ പ്ലാന്റ്സ്. ഈസിലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഫ്ലവർ പ്ലാന്റ്സ് മാത്രമേ ഞാൻ ഇനി തൊട്ട് വാങ്ങിക്കത്തുള്ളൂ. മുമ്പ് എനിക്ക് കുറച്ച് അബദ്ധം പറ്റിയിട്ട് എനിക്ക് അറിയില്ലായിരുന്നു അതെങ്ങനെ കെയർ ചെയ്യണമെന്ന്. ഇപ്പോൾ ഓരോ ചെടിയും ഞാൻ യൂട്യൂബിൽ തന്നെ പല ചാനൽ നോക്കി അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം വാങ്ങിക്കൊണ്ടിരിക്കുക. പലപ്പോഴായിട്ട് വാങ്ങുന്നതാട്ടോ.